തീർത്ത നല്ല രസമുണ്ടായിരുന്നു കേക്ക്. താങ്ക് യു. എന്താ പറ്റി ഇടയ്ക്ക് തൊണ്ട ഡ്രൈ ചെയ്യാ? ഓക്കെ, ചോദിക്കാം നമുക്ക്. ശ്രീനി സർ. തീർത്ത ഫാന്റാസ്റ്റിക് ടാലന്റ്. താങ്ക് യു സർ. ഫാന്റാസ്റ്റിക്. നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്താണ് പാടുന്നത് എന്നുള്ള കാര്യം. ഒരു എസ്തെറ്റിക്സ് ഉണ്ട്, അത് അത്ര ഈസി അല്ല കിട്ടുന്നത്. യു ഹാവ് ദാറ്റ്. താങ്ക് യു സർ. എനിക്ക് നന്നായിട്ട് പാടി. എവറിത്തിങ് വാസ് ഗുഡ്. ശ്രുതി പ്രോബ്ലംസ് were there. ശ്രുതി പ്രോബ്ലംസ് were there because സ്റ്റുഡിയോയിൽ നമ്മൾ സോഫ്റ്റായിട്ട് പാടാൻ പറ്റും. ഓക്കെ, സോ രാജ രാജഹംസ് അങ്ങനെയാണ് യുവർ, ബിക്കോസ് ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ ഇൻ യുവർ മൈൻഡ്. ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. കേൾക്കുമ്പോഴും നന്നായിരിക്കും. ബട്ട് സ്റ്റുഡിയോയിൽ അത് പാടാൻ പറ്റും, നമുക്കൊരു കൺട്രോൾ കിട്ടും. ഓൺ സ്റ്റേജ് ഐ തിങ്ക് യു നീഡ് ടു എങ്ങനെ പറയുന്നത്, ആങ്കർ യുവർ വോയിസ്. തീർത്ഥയുടെ ടോൺ എന്താണെന്നുള്ള കാര്യം തീർത്ഥ കണ്ടുപിടിക്കണം. ബിക്കോസ് കുറച്ചും കൂടി ഓപ്പൺനെസ്. രാജഹംസമേ ഇൻസ്റ്റെഡ് ഓഫ് രാജഹംസ്. ഡോണ്ട് സിംഗ് ടു സോഫ്റ്റ്, ജസ്റ്റ് സിംഗ് ഓപ്പൺ. കാഷ്വലി യു സിംഗ്, കാഷ്വൽ ആയിട്ടൊന്ന് പാടുമോ? രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹം. That's all so beautiful. ഇപ്പോ രാജഹംസ് instead of that രാജഹംസമേ. So it's when you're open, it is you get more of the voice. അത് മാത്രമാണ്. You're such a good singer, such good talent. Okay, a voice, തീർത്ഥയുടെ ടോൺ, റിയൽ ടോൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. You must find out. Try. Okay? Okay, sir. Because you have all the makings of a great singer. Just find your voice. Okay, good luck. Thank you, sir. താങ്ക് യു ശ്രീനി സർ. ശരത് സർ. മക്കളെ, നല്ല പാട്ട്. അപ്പോൾ മോള്, ഞാനിങ്ങനെ ആലോചിക്കുക കുഞ്ഞിൻ്റെ ടോൺ എന്താണ് ഇവിടെ യഥാർത്ഥമായിട്ടുള്ള ശബ്ദം. അത് മക്കൾ ഇങ്ങനെയാണ് എല്ലാം പാടുന്നത്, എല്ലാ പാട്ടുകളും. അല്ല, ഞാനതാ ചോദിച്ചത്. ഒരു യുദ്ധപ്പാട്ട് പാടണമെങ്കിൽ ഇങ്ങനെ അവര് തലേ ബോംബിട്ടിട്ട് പോവും. അല്ല മോളെ, എല്ലാം പാടാൻ പറ്റണം. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ. എന്താന്നിടേ മോളെ, അപ്പൊ ഇത് മോള് വളരെ സോഫ്റ്റ് ആയി പോയോ? രാജഹംസ അത്ര മതി എങ്കിലും അത് ചിലത് കേൾക്കാനും വയ്യ, മോക്കത് കൺട്രോളും കിട്ടുന്നില്ല. ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നുള്ള കുഞ്ഞിന് മനസ്സിലായോ? എന്റെ അടുത്ത് സത്യം പറയൂ. മനസ്സിലായി. അടുത്ത മോള് അത് പാടുമ്പോ മറ്റേ ചേരണില്ല അടുത്തത്. അതെന്താണ് ഇങ്ങനെ വരുന്നത്? മോക്കത് ചേരണില്ലെന്നുള്ളത് മനസ്സിലായി. പിന്നെ സംഗതിയൊക്കെ മോള് പാടുന്നത് ചിലതൊക്കെ നല്ല സുഖമുണ്ടടാ കേൾക്കാൻ. ആ കൊച്ചു നല്ല സുഖമുണ്ട്. എന്ന് പറയുമ്പോ അതങ്ങോട്ട് ആഹാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുറക്കണ്ടേ. ഇത് നിലവിളിക്കാനല്ല കേട്ടോ പറഞ്ഞത്. അത് കുറച്ചും കൂടെ അപ്പോഴേ അതിനൊരു ഡൈനാമിക്സ് കുറച്ചും കൂടെ ഉള്ളപ്പോഴല്ലേ ആ ഒരു ഫ്രേസിന് കുറേ കൂടെ സുഖം കിട്ടത്തുള്ളൂ. അപ്പം അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഈ ശ്രുതി അവിടെ ശ്രുതി പ്രോബ്ലം ഉണ്ട് മോക്ക്. ഇപ്പം അനുപല്ലവി തുടങ്ങി, ആ തുടക്കം ആ 2 ലൈൻ അത്ര സുഖം പോരാ. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് പാടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് പഠിക്കാത്തതും അല്ല. ഇപ്പം പറയൂ, അതിൻ്റെ കാരണം പറയൂ. മോക്കിപ്പോൾ എത്ര വയസ്സായി? 13 വയസ്സായി. അപ്പം മകള് കാരണം പറഞ്ഞേ പറ്റത്തുള്ളൂ. 12 ആയിരുന്നു ഞാൻ വിട്ടേനെ. അപ്പൊ ഈ സമയത്ത് മോളെ നല്ല കിണ്ണം പോലെ പാടണം, നല്ല തീപ്പൊരി പോലെ പാടണം, ഒരു തെറ്റുമില്ലാണ്ട് സൂപ്പർ പാടി. നിങ്ങളൊക്കെ ഹൈലി ടാലൻറ്റഡ് ആളുകളാണ്, ഇല്ലെങ്കിൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്യത്തില്ലല്ലോ. അപ്പം അത്രയും കഴിവുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ സ്റ്റേജിലുള്ളത്. അപ്പം മക്കളെ, അത് ഈ ഒരു സ്റ്റേജ് യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ സ്വയം ഇതാണ്, ഇങ്ങനെയാണ് ഞാൻ ഇനി പാടാൻ പോകുന്നത്, എൻ്റെ ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞ് വേണം പാടാൻ കേട്ടോ. ആ ഡൗട്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ട്. കാര്യം കുഞ്ഞിന് നല്ലൊരു ശബ്ദമുണ്ട്, സംഗതികളൊക്കെ തൊണ്ടേ വരുന്നുണ്ട്, പിന്നെ കാണാൻ നല്ല സുന്ദരിയാണ് മോള്. അല്ല, അത് ഞാൻ വിളിച്ച് പറഞ്ഞില്ലേ? അതിനൊന്നും കാര്യമില്ല, പാടണം നേരം കേട്ടോ. അപ്പൊ ഇനി അടുത്തത് വരുമ്പോൾ മോള് ഉഗ്രായിട്ട് പാടണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ശരത് സർ. ഷാനിക. തീർത്ഥ, ബിറ്റ് മോർ ഓപ്പൺനെസ്. കാരണം എവിടെ എൻ്റെ സ്നേഹഗായകൻ എന്ന് പറയുമ്പം
ഒരു സ്പ്രെഡ് വേണം. ഇത് മോർ ഓർ ലെസ് മോർ ആ സെയിം ടോണാണ് ത്രൂ ഔട്ട് ദ സോങ് മെയിൻറ്റെയിൻ ചെയ്ത് പോയത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്ത് ഇതിനു മുമ്പ് ഉഗ്രനായിട്ട് പാടി കേട്ടോ, അതാദ്യം പറയട്ടെ, ഉഗ്രനായിട്ട് പാടി. പക്ഷേ ഇതിന് മുന്നേ തീർത്ത് പാടിയ പാട്ടുകൾ എല്ലാത്തിനും ഒരു സിമിലർ ടോണാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ യു ഹാവ് ടു ഫൈൻഡ് യുവർ വോയിസ്. അത് എവിടെയാണ് കിടക്കണമെന്നുള്ളത് തീർച്ചയായും ഒന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ തീരാവുന്ന പ്രശ്നങ്ങളുള്ള ഇതെല്ലാം 10-15 വർഷമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പം പ്ലേ ബാക്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കും. അതിലൊരു സംശയമില്ല. കാരണം അത്രയും ടാലന്റഡ് ആണ് തീർത്ത. വൺ ഓഫ് അവർ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ ചെറിയ ട്വീക്കിംഗ് നമ്മൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങണം. ശരത്തേട്ടൻ പറഞ്ഞ പോലെ അത് ഇപ്പോഴാണ് അതിന്റെ ടൈം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. മാർക്സ് ചോദിക്കാം. അണ്ണാച്ചി കുത്തി വരച്ച ഇതിനകത്തോട്ട് ശ്രീനി സാറിന്റെ മാർക്ക് 8. ഇനി ശരത് സാറിന്റെ മാർക്ക്. മോളെ തീർത്ഥ 8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക, ഞാനൊരു 0.5 കൂടെ തരാം. ഒരു 8.5 ഞാൻ തരാം. പക്ഷെ ഇത് പ്രോമിസ് ചെയ്യണം, അടുത്ത പാട്ട് പൊളിക്കും. ശരി, അപ്പൊ അടുത്ത പാട്ട് പൊളിക്കും. 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഇപ്പൊ ടോട്ടൽ 16.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.